ഹലോ, ഒരു ന്യൂമാറ്റിക് സിലിണ്ടറിന്റെ ഭാഗങ്ങൾ തിരിച്ചറിയൽ സംബന്ധിച്ച ഈ സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷൻ അവസാനിക്കുമ്പോൾ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ അകത്തെ ഭാഗങ്ങൾ തിരിച്ചറിയുവാനും സിംഗിൾ സിലിണ്ടറിന്റെ പ്രവർത്തന തത്വം വിശദീകരിക്കാനും ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ അകത്തെ ഭാഗങ്ങൾ തിരിച്ചറിയുവാനും ഡബിൾ സിലിണ്ടറിന്റെ പ്രവർത്തന തത്വം വിശദീകരിക്കാനും നിങ്ങൾക്ക് കഴിയും. ലോഡിനെ നേർലൈനിൽ നീക്കുന്ന ഒരു ആക്ച്വേറ്ററാണ് സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ. ഇതിന് ന്യൂമാറ്റിക് ഫോഴ്സിനെ ഒറ്റ ഡയറക്ഷനിൽ മാത്രം പ്രയോഗിക്കാനാകും. അതിനാലാണ് സിംഗിൾ ആക്ടിംഗ് എന്ന് വിളിക്കുന്നത്. സ്പ്രിംഗ് അല്ലെങ്കിൽ ലോഡിന്റെ തന്നെ ഭാരം പോലുള്ള ബാഹ്യ ഫോഴ്സ് എതിർദിശയിലുള്ള ചലനത്തിന് കാരണമാകുന്നു. സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ പ്രധാന ഭാഗങ്ങൾ സിലിണ്ടർ, പിസ്റ്റൺ റോഡ്, സീൽ, സ്പ്രിംഗ്, ഇൻലെറ്റ് പോർട്ട് എന്നിവയാണ്. തുടക്കത്തിൽ സ്പ്രിംഗ് ഫോഴ്സ് കാരണം പിസ്റ്റൺ ഏറ്റവും മുകളിലുള്ള പൊസിഷനിൽ തുടരുന്നു. ഇൻലെറ്റ് പോർട്ടിലൂടെ കംപ്രസ്ഡ് എയർ വിതരണം ചെയ്യുമ്പോൾ പിസ്റ്റണിന്റെ ക്രോസ് സെക്ഷനിൽ പ്രഷർ പ്രവർത്തിക്കുന്നു. പ്രഷറിന്റെയും പിസ്റ്റൺ ക്രോസ് സെക്ഷൻ ഏരിയയുടെയും ഫലം അകത്തെ പ്രഷർ വർദ്ധിപ്പിക്കാൻ ഉയരുകയും സ്പ്രിംഗ് ഫോഴ്സിന് എതിരായി പ്രവർത്തിക്കുന്ന ഒരു ഫോഴ്സ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. സ്പ്രിംഗ് ഫോഴ്സിലും കൂടുതലാണ് ന്യൂമാറ്റിക് ഫോഴ്സ് എങ്കിൽ സ്പ്രിംഗ് കംപ്രസ് ചെയ്യുകയും പിസ്റ്റൺ നീങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. പിസ്റ്റണിൽ ഉടനീളം സീൽ എയർ ലീക്ക് തടയുന്നു. വായുവിന്റെ തുടർച്ചയായ പ്രവാഹം പിസ്റ്റണിന്റെ തുടർചലനത്തിന് കാരണമാകുന്നു. പിസ്റ്റൺ റോഡ് വഴി ലോഡ് പിസ്റ്റണിലേക്ക് ഘടിപ്പിക്കുന്നു. അതിനാൽ പിസ്റ്റണിനൊപ്പം ലോഡും നീങ്ങുന്നു. പിസ്റ്റൺ എതിർ അറ്റത്ത് എത്തുന്നത് വരെ പിസ്റ്റണും ലോഡും ചലിച്ചുകൊണ്ടിരിക്കും. അവസാനം പിസ്റ്റണിന് നീങ്ങാൻ ഇടമില്ലാതാകുന്നതോടെ പിസ്റ്റണിന്റെയും ലോഡിന്റെയും ചലനം നിലയ്ക്കും. ഈ പിസ്റ്റൺ ചലനത്തെ ഫോർവേഡ് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നു. ഫോർവേഡ് സ്ട്രോക്കിൽ പിസ്റ്റൺ റോഡ് സിലിണ്ടറിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. പിസ്റ്റണിൽ പ്രവർത്തിക്കുന്ന മർദ്ദം റിലീസാകുകയാണെങ്കിൽ സ്പ്രിംഗിനെതിരെ പ്രവർത്തിക്കുന്ന ന്യൂമാറ്റിക് ഫോഴ്സ് ദുർബലമാവുകയും അതുകൊണ്ട് തന്നെ പിസ്റ്റണിനെ സ്പ്രിംഗ് പിന്നിലേക്ക് തള്ളുകയും ചെയ്യുന്നു. ഈ സ്ട്രോക്കിനെ റിട്ടേൺ സ്ട്രോക്ക് എന്ന് വിളിക്കുന്നു. റിട്ടേൺ സ്ട്രോക്കിൽ പിസ്റ്റൺ റോഡ് സിലിണ്ടറിന് അകത്തേക്ക് പോകുന്നു. കംപ്രസ്ഡ് എയർ ഉപയോഗിച്ച് ലോഡിനെ തള്ളുകയും വലിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു ആക്ച്വേറ്ററാണ് ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ. ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ പ്രധാന ഭാഗങ്ങൾ പിസ്റ്റൺ ആണ്. സിലിണ്ടറിന് അകത്തേക്കും തിരിച്ചും നീങ്ങുന്ന ഒരു ഘടകം. പിസ്റ്റൺ ചലനത്തിനായി സിലിണ്ടർ വായുവിനെ നിയന്ത്രിക്കുന്നു. പിസ്റ്റൺ റോഡ് അത് പിസ്റ്റണിനെയും ഒരു ലോഡിനെയും ബന്ധിപ്പിക്കുന്നു. പിസ്റ്റൺ സീൽ പിസ്റ്റണിൽ ഉടനീളം ചോർച്ചയെ തടയുന്നു. റോഡ് സീൽ സിലിണ്ടറിൽ നിന്നുള്ള വായു ചോർച്ചയെ തടയുന്നു. എയർ പാസേജ് അടങ്ങിയതും പിസ്റ്റൺ സൈഡിലേക്ക് ബന്ധിപ്പിച്ചിട്ടുള്ളതുമായ സിലിണ്ടറിന്റെ ഒരു ഭാഗമാണ് പിസ്റ്റൺ എൻഡ്. എയർ പാസേജ് അടങ്ങിയതും
പിസ്റ്റൺ സൈഡിലേക്ക് ബന്ധിപ്പിച്ചിട്ടുള്ളതുമായ സിലിണ്ടറിന്റെ ഒരു ഭാഗമാണ് റോഡ് എൻഡ്. ഡബിൾ ആക്ടിംഗ് ന്യൂമാറ്റിക് സിലിണ്ടറിന്റെ പ്രവർത്തന തത്വം നമുക്ക് നോക്കാം. പോർട്ട് എ വഴി എയർ വിതരണം ചെയ്യുമ്പോൾ മുന്നോട്ടുള്ള ദിശയിൽ നീങ്ങുന്നതിനായി പിസ്റ്റണിൽ ഫോഴ്സ് പ്രയോഗിക്കുന്നു. ഈ ചലനത്തെ ഫോർവേഡ് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നു. ഫോർവേഡ് സമയത്ത് റോഡ് സൈഡിൽ ഇതിനകമുള്ള വായു പോർട്ട് ബി വഴി പുറന്തള്ളപ്പെടുന്നു. എയർ പുറത്തു പോകുന്നില്ലെങ്കിൽ പിസ്റ്റൺ ചലനം നിലയ്ക്കും. പോർട്ട് ബി വഴി വായു വിതരണം ചെയ്യുമ്പോൾ പോർട്ട് എ വഴി ഇതിനകമുള്ള വായു പുറത്തു പോവുകയും പിസ്റ്റൺ അകത്തേക്ക് വലിക്കുകയും ചെയ്യുന്നു. നമുക്ക് ന്യൂമാറ്റിക് സിലിണ്ടർ പരിശോധിച്ച് പാർട്സ് തിരിച്ചറിയുകയും രേഖപ്പെടുത്തുകയും നിങ്ങളുടെ റഫറൻസിനായി പരിശോധിക്കുകയും ചെയ്യാം. ഒരു ന്യൂമാറ്റിക് സിലിണ്ടറിന്റെ ഭാഗങ്ങൾ തിരിച്ചറിയൽ സംബന്ധിച്ച ഈ സെഷന്റെ അവസാനത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ അകത്തെ ഭാഗങ്ങൾ തിരിച്ചറിയുവാനും സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ പ്രവർത്തന തത്വങ്ങൾ വിശദീകരിക്കാനും ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ അകത്തെ ഭാഗങ്ങൾ തിരിച്ചറിയുവാനും ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ പ്രവർത്തന തത്വങ്ങൾ വിശദീകരിക്കാനും കഴിയുന്നതാണ്.